പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് വിച്ച് ഈസ് 17th of March ആൻഡ് ഇപ്പോൾ സമയം 11:50, രാത്രി 11:50 ഇനി ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, വിച്ച് ഈസ് ഓൺ 18th of March. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ കുട്ടി സർപ്രൈസ് എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വിൽ ബി എ സർപ്രൈസ് ബിക്കോസ് എവറി ഇയർ വി ഡു എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ്. അത് ചിലപ്പം 12 മണിക്കായിരിക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഈ പ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് പുറത്തുപോയി ഒരു സ്ലൈസ് ഓഫ് കേക്ക് വാങ്ങിച്ചു. ആൻഡ് ഐ തോട്ട് വിൽ കട്ട് ദ കേക്ക് അറ്റ് 12. സോ ടൈം ഈസ് റണ്ണിങ്. ഞാൻ വേഗം പോയി എല്ലാം സെറ്റ് ചെയ്യട്ടെ. വലിയ സെറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് സർപ്രൈസ് ചെയ്താൽ മാത്രം മതി. ബട്ട് ഐ നീഡ് മോർ ടൈം ടു എക്സിക്യൂട്ട് ഓൾ ദിസ്. സോ നമുക്ക് നോക്കാം സർപ്രൈസ് വിജയിക്കുമോ അതോ ഫ്ലോപ്പ് ആകുമോ എന്ന്. വീട്ടിലുണ്ടായിരുന്ന ക്രിസ്മസ് ലൈറ്റ്സ് കൊണ്ട് എന്തായാലും ഒരു ഉപകാരം ഉണ്ടായി. അത് വെച്ച് ഞാൻ ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ പരിപാടി ചെയ്യാൻ നോക്കി. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താണ്ടൊക്കെ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ചെയ്തു. പിന്നെ 2 ക്യാൻഡിൽസും കൂടെ സൈഡിൽ കത്തിച്ച് വെച്ചു, കുറച്ച് എസ്തറ്റിക് ആകാൻ വേണ്ടിയിട്ട്. This cake we are taking to bedroom to surprise him. പിന്നെയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ചെറിയ രീതിയിൽ ഒരു കേക്കൊക്കെ കൊടുത്ത് സർപ്രൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഹോളിലോട്ട് വരുന്നത്. സോ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ ഈവനിങ് ഒക്കെ ആയപ്പം സ്വാതി വന്നു. വി തോട്ട് ഓഫ് ആക്ച്വലി ഗോയിങ് ഫോർ എ ഡിന്നർ. എവിടെയാണ് സ്ഥലം എന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ല, അതൊക്കെ പോകുന്ന വഴി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഹിയർ കംസ് മീ ഗിഫ്റ്റിംഗ് ഹിം എ സ്മോൾ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓൾസോ സ്വാതിയും ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. She's very shy, guys. And is the problem. കോച്ച ഇങ്ങനത്തെ ഷർട്ട് കോച്ചാൻ ഇടൂലെങ്കിൽ മാറ്റി വേറെ എടുക്കാവേ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വണ്ടി കയറി ടു ദ ഡെസ്റ്റിനേഷൻ ആണ് പോകുന്നതെന്ന്. ബട്ട് അല്ല, ഇതുവരെയായിട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല. ആൻഡ് ഫുൾ ഡിസ്കഷൻ നടക്കുകയാണ് കേട്ടോ, ഇവിടെ പോകണോ അവിടെ പോകണോ എന്ന്. അവസാനം ഞങ്ങൾ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് ഒരു ഡെസ്റ്റിനേഷൻ എത്തിച്ചു. ആൻഡ് സ്റ്റിൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ഇന്ത്യൻ പാലസ് അല്ല, വേറെ എന്തൊക്കെയോ കുറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ സൈഡില്. അറേബ്യൻ ഹൗസോ അറേബ്യൻ സംതിങ്. ഹലോ ഗൈസ്, ഞങ്ങൾ പ്ലാൻ ചെയ്ത കടയിൽ വന്നില്ല ബിക്കോസ് കാറിലിരുന്ന് ഭയങ്കര വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നേക്കാൻ അറൗണ്ട് ഒരു 4-5 റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇനിയും ചൂസ് ചെയ്യണം. ഇനി ഇവിടെ കുറെ വഴക്ക് കോയിൻസിഡൻസ് ആയിട്ട് വി കൈൻഡ് ഓഫ് വോർ സെയിം. നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഇത് ഒരെണ്ണം. ആൻഡ് വി ഹാവ് ദിസ് റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഇത്തിരി ഇഷ്ടപ്പെട്ടു. അറ്റ് ലാസ്റ്റ് നമ്മൾ എടുത്ത ചൂസ് ചെയ്ത റെസ്റ്റോറൻറ്റ് ഇതാണ്. ഇതിന്റെ പേരെന്താ? എന്തോ ബാർ. ഇറ്റ്സ് നൈസ്. ഫോട്ടോ എടുത്ത് തകർക്കാണ് ബർത്ത്ഡേ. ഇവിടെ ഈ പൊട്ടു പേടിയുണ്ട. നമ്മളിപ്പോ കുറെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് എന്തൊക്കെയാ ഓർഡർ ചെയ്തതെന്ന് ഫുഡ് വന്നു പറയാനറിയില്ല, എനിക്കറിയില്ല. കുറെ ഞങ്ങൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരെണ്ണം മാത്രം, 2 എണ്ണം, ഒന്ന് പാസ്ത വാങ്ങി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ഹാഫ് ചിക്കൻ. Thank you.
ഫുഡെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ആൻഡ് നൗ വി ഹാവ് ഓർഡേർഡ് കുനാഫ. അപ്പം നമ്മുടെ ഡിന്നർ എല്ലാം കഴിഞ്ഞു. ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല ഫുഡായിരുന്നു എല്ലാം നല്ല രസമുള്ള ഫുഡായിരുന്നു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിൽ ചിലപ്പോഴേ പോകത്തുള്ളൂ. മേ ബി നടക്കാൻ പോകും. ചിലപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ബിക്കോസ് നമുക്ക് അടുത്ത പ്ലാൻ എന്താന്ന് ഒരു ഐഡിയയും ഇല്ല. സോ വീട്ടിൽ പോകും, ചിലപ്പോൾ നടക്കാൻ പോകും. സോ എനിവേ ഗായ്സ്, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എ ലോങ് വീഡിയോ. ഞങ്ങൾ ചെയ്തതല്ലേ ഇപ്പം ലോങ് വീഡിയോ. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗായ്സ്. Guys, so the day is not over. Night is still young and we three girls are going out. So guys, driver mari. Now Swati is driving the car. ശ്വാസം പിടിച്ചിരിക്കും. മുന്നേ ഞങ്ങൾ ഔട്ട്ഡോർ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതോടെ തീർന്നെന്ന്. പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി വന്നു. ആൻഡ് വി ആർ ഹിയർ അറ്റ് മാർസ. നമ്മളെല്ലാം എനിക്കൊന്ന് എവറി ടൈം മാർസയിൽ എല്ലാ ദിവസവും വന്നിട്ട് എല്ലാ ദിവസമല്ല ഇങ്ങനെ ഡിന്നർ കഴിച്ച ഉടനെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കും. ഇവിടെ കുറെ കുരുത്തം കിട്ടും. പിന്നെ ഇനിയിപ്പോ അവരുടെ കൂടെ ചീത്ത കിട്ടും. അന്ന് എനിക്ക് ഓർമ്മയുണ്ടല്ലോ അസർബൈജാൻ. ഇവിടെ കുറെ പിള്ളേരുണ്ടായിരുന്നു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലാം കൊണ്ടും നടക്കാനാണെങ്കിലും ഈവനിങ് വാക്കിനാണെങ്കിലും. സോറി ഗൈസ്, ഞങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് വീഡിയോ ഔട്ട്ഡോർ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിവേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മാർസേനെ പറ്റിയുള്ള അതിന്റെ ബ്യൂട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും നല്ലൊരു സ്ഥലം കേട്ടോ ഇവിടെ. നമുക്ക് നടക്കാനും പിന്നെ കുട്ടികൾക്ക് കളിക്കാനും പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ആൻഡ് നമ്മളിനി കുറച്ചൊരു 10 മിനിറ്റ് നടന്നിട്ട് വീട്ടിൽ പോകും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീണ്ടും ഞാൻ പറയുകയാണ് ടാറ്റാ, ബൈ ബൈ. ഇനി അടുത്തൊരു വീഡിയോയിൽ അതെ ഇതായിരിക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ, ബൈ ഗൈസ്.